നമസ്കാരം. ഇഡിയുടെ അന്വേഷണം പിണറായി വിജയന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. വരുന്ന 30-ന് വീണയെ വീണ്ടും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഊഴം സാക്ഷാൽ പിണറായി വിജയൻ്റേതാണ് എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. ചുക്കില്ലാത്ത കഷായമില്ലെന്ന് പറയുന്നത് പോലെയാണ് പിണറായി വിജയൻ്റെ കാര്യം. എവിടെ അഴിമതിയുണ്ടോ അവിടെ പിണറായി വിജയനുമുണ്ട്. കഴിഞ്ഞ 10 കൊല്ലക്കാലത്ത് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത എത്രയെത്ര അഴിമതികളാണ് നടന്നത്. സ്വർണ്ണക്കടത്ത്, സ്പ്രിംഗ്ലർ, പമ്പ മണൽക്കടത്ത്, ഇ മൊബിലിറ്റി, AI ക്യാമറ, അങ്ങനെ എണ്ണിയാനൊടുങ്ങാത്ത അഴിമതികളാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ നടന്നത്. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന പിണറായി വിജയൻ്റെ മകൾ വീണ പ്രതിയായ മാസപ്പടി കേസിൻ്റെ അന്വേഷണം ധൃതി പിടിച്ചു നടക്കുകയാണ്. കഴിഞ്ഞയാഴ്ച വീണയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി ഫോൺ മുഖാന്തരം വീണയെ വിളിപ്പിച്ചു. അങ്ങനെ രണ്ടാം തവണ 10 മണിക്കൂറോളമാണ് വീണയെ ചോദ്യം ചെയ്തത്. ഇനി വരുന്ന 30-ന് വീണ വീണ്ടും ഹാജരാകണം. വീണയുടെ മൊഴികളിൽ നിരവധി പൊരുത്തക്കേടുകളുണ്ട്. വീണയുടെ തട്ടിക്കൂട്ട് കമ്പനിയായ എക്സാലോജിക് IT സൊല്യൂഷൻ CMRLന് നൽകിയ സേവനത്തിൻ്റെ പ്രതിഫലമായാണ് 2,78,00,000 രൂപ നൽകിയതെന്നാണ് വീണയുടെയും മറ്റും വാദം. എന്നാൽ അത് തെറ്റാണെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. IT കമ്പനി എന്നാണ് പേരെങ്കിലും കുറച്ച് സോഡാ സർബത്തോ കാജാ ബെഡിയോ വാങ്ങി വെച്ചിരുന്നെങ്കിൽ അത് കൊടുത്തിട്ടാണ് ഈ 2,78,00,000 രൂപ വാങ്ങിയതെന്നെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കാമായിരുന്നു. പക്ഷേ അതും ചെയ്തില്ല. എന്തിനാണ് ഈ 2,78,00,000 രൂപ തൻ്റെ തട്ടിക്കൂട്ട് കമ്പനിക്ക് CMRL നൽകിയതെന്ന് പറയാൻ വീണയ്ക്കോ പിണറായി വിജയനോ AK ബാലനോ MB ഗോവിന്ദനോ അടക്കമുള്ള പിണറായിയുടെ കുഴലൂത്തുകാർക്കോ കഴിഞ്ഞിട്ടില്ല. തനിക്കൊന്നും അറിയില്ല എന്നാണ് വീണയുടെ നിലപാട്. ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് പിണറായിയും കൈ കഴുകാൻ ശ്രമിച്ചു. 2017-18 കാലത്താണ് വീണയുടെ തട്ടിക്കൂട്ട് കമ്പനിക്ക് CMRL പണം നൽകിയത്. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി 1 കൊല്ലം കഴിഞ്ഞ്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ CMRLന് ചെയ്തു കൊടുത്ത ഏതോ ഒരു അഴിമതിയുടെ കൂലിയായാണ് ഈ 2,78,00,000 രൂപ വീണയുടെ കമ്പനിക്ക് നൽകിയതെന്നാണ് EDയുടെ അനുമാനം. SFIO ശേഖരിച്ച 134 രേഖകൾ കിട്ടി പരിശോധിച്ചതിന് ശേഷമാണ് വീണയെ ഫോൺ ചെയ്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി ED ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കിട്ടിയ 134 രേഖകളിൽ കാര്യമായിട്ടുള്ളതെന്തോ ഉണ്ട് എന്നുള്ളത്. ഇനി 30-ാം തീയതി വീണ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും വേണം. ഇതിൽ അഴിമതി കണ്ടെത്തുകയാണെങ്കിൽ ED അത് CBI പോലെയുള്ള ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. പിന്നീടുള്ള അന്വേഷണം അവരായിരിക്കും. പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ് അന്വേഷിക്കുന്നത് CBI ആണ്. ആ അന്വേഷണത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. എന്തായാലും പെട്ടിക്കട പോലെയുള്ള തൻ്റെ എക്സാലോജിക് കമ്പനി കൊടുത്ത സേവനത്തിൻ്റെ പ്രതിഫലമായാണ് CMRL 2,78,00,000 രൂപ തന്നതെന്ന് ഇനി വീണയ്ക്ക് പറയാൻ കഴിയില്ല. അവിടെയാണ് വീണയ്ക്ക് അച്ഛൻ പിണറായി വിജയൻ്റെ പേര് പറയേണ്ടി വരുന്നത്. വരുന്ന 30-ാം തീയതിയിലെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയനും വീണയും ഒക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നു എന്നേ ഉള്ളൂ. അത് ഗത്യന്തരമില്ലാത്തത് കൊണ്ട് മാത്രം. അവരുടെ ഉള്ളിലെ ആധിയും ഭയപ്പാടുമൊക്കെ മുഖത്ത് കാണാം. കാരണം അവർക്കറിയാം കാണിച്ചത് അഴിമതിയാണെന്ന്. പിന്നെ ആകെ ചെയ്യാൻ കഴിയുന്നത് ആരെയെങ്കിലുമൊക്കെ സ്വാധീനിച്ച് അറസ്റ്റ് പോലെയുള്ള കടുത്ത നടപടികളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അധികാരം പോയതോടെ ദേശാഭിമാനി പത്രത്തിൻ്റെ വില പോലും ഇല്ലാതായ പാണ്ഡ്യാലമുക്ക് വിജയൻ്റെ സ്വാധീന ശക്തിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ് ഉണ്ടാകുന്നതെന്ന് കണ്ടറിയാം. അല്ലെങ്കിൽ തന്നെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. വീണ്ടും കാണാം.